ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതിയും കൊണ്ട് ഡോക്ടർ ജഗന്നാഥൻ്റെ അടുത്തോട്ട് വരുവാണ്. ജഗന്നാഥനാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുക. ഇയാളെ അറിയാവുന്നതാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പത്മാവതി ജഗന്നാഥനെ കണ്ടങ്ങ് ഞെട്ടി നിൽക്കുവാണ്. വിശ്വസിക്കാനാകാതെ പത്മാവതി അങ്ങനെ ജഗന്നാഥൻ്റെ അരികിലേട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഡോക്ടർ പത്മാവതിയോട് ചോദിക്കുന്നുണ്ട്, പത്മാവതിക്ക് ഇയാളെ അറിയാവോ? അറിയാം ഡോക്ടർ, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഒരുപാട് കാലമായി ഞാൻ ഇയാളെ കണ്ടിട്ട്. ഇയാളെ ഞാൻ പ്രതാപവർമ്മയോടൊപ്പം കണ്ടിട്ടുണ്ട്. അതാ ഞാൻ പത്മാവതിയെ വിളിച്ചു വരുത്തിയത്, പത്മാവതിക്ക് അറിയാവോ എന്ന് ചോദിക്കാൻ. അത് ശരിയാ, പക്ഷെ ഇയാൾ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതൊക്കെ മനുഷ്യന്റെ ജീവിതമല്ലേ പത്മാവതി. എന്തായാലും ഇയാൾക്ക് ശത്രുക്കൾ ധാരാളമുണ്ട്, അത് ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ പത്മാവതി മനസ്സിൽ ആലോചിക്കുക, ആരായിരിക്കും ഇയാളെ ഷൂട്ട് ചെയ്തത്? ആ അംബികയായിരിക്കും, അല്ലാതെ വേറെ ആരായിരിക്കാനാ? ഡോക്ടർ പത്മാവതിയോട് പറയുന്നുണ്ട്, ഇയാളുടെ ബ്ലഡ് ഒരുപാട് വാർന്നു പോയിട്ടുണ്ട്, അതാ അയാൾ തീർത്തും അങ്ങ് അവശനായി പോയത്. ഇയാൾക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ബോധം വരട്ടെ, എങ്കിൽ പത്മാവതി വാ എന്നും പറഞ്ഞ് ഡോക്ടർ വിളിക്കുന്നുണ്ട്. അപ്പോൾ പത്മാവതി ജഗന്നാഥവർമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങോട്ടോ പോയ ഒരു മനുഷ്യനായിരുന്നല്ലോ ഇയാൾക്ക് എന്തു പറ്റിയതാ എന്നൊക്കെ ഇങ്ങനെ പത്മാവതി ചിന്തിക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ശ്രീലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് വേണുവേട്ടനും ഋതികയും കൂടെ കുറേ പലഹാരങ്ങൾ, ഉണ്ണിയപ്പോ അതും ഇതുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ അങ്ങനെ പോവുകയാണ് ശ്രീലക്ഷ്മിയെ കാണാനായിട്ട്. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ശ്രീലക്ഷ്മി എന്തോ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. മോളേന്നിങ്ങനെ വേണുവേട്ടൻ വിളിക്കുമ്പോൾ അച്ചാന്ന് വിളിച്ച് ഓടി വരുവാണ് ശ്രീലക്ഷ്മി. വേണുവേട്ടൻ വാത്സല്യത്തോടെ പറയുന്നു, അയ്യോ വേണ്ട വേണ്ട, മോൾ ഓടുകയൊന്നും ചെയ്യാതെ. അപ്പോൾ ഋതിക ചോദിക്കുന്ന, ഹരീഷ് എവിടെ ശ്രീലക്ഷ്മി? അത് ഹരീഷ് ജോലിക്ക് പോയിരിക്കുവാന്ന് ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. വേണുവേട്ടൻ ചോദിക്കുന്ന, മോക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഇല്ലച്ചാ, എനിക്കിപ്പോൾ ക്ഷീണമൊന്നുമില്ല. മോളിങ്ങനെ ഓടിച്ചാടി നടക്കരുത്, ശ്രദ്ധിക്കണം, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, ഭാരമുള്ള ഒന്നും എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ വേണുവേട്ടൻ വളരെ വാത്സല്യത്തോടെ ശ്രീയോട് പറയുവാണ്. എന്നിട്ട് വേണുവേട്ടൻ ഋതിയോട് പറയുന്നു, മോളെ ആ ഉണ്ണിയപ്പമൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്ക്. അപ്പോൾ ശ്രീലക്ഷ്മി ചോദിക്കുക, ആഹാ, ഇത്ര എളുപ്പം അമ്മ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടോ? അത് നിൻ്റെ അമ്മയല്ലേടി മോളെ, നീ ഒരാഗ്രഹം പറഞ്ഞാൽ അവൾ വെറുതെ ഇരിക്കുവോ? അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി തന്നു വിട്ടതാ. അതൊക്കെ അങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ ശ്രീലക്ഷ്മി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. ഋതിക പറയുക, ഞാൻ ഇതൊക്കെ ഒരു പ്ലേറ്റ് വെച്ച് എടുത്തോണ്ട് വരട്ടെ എന്നും പറഞ്ഞ് ഋതിക പ്ലേറ്റ് എടുത്ത് ആ പലഹാരങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു ശ്രീലക്ഷ്മിയുടെ അടുത്തോട്ട്. ഈ സമയം ഹരീഷാണെങ്കിൽ വാണം വിടുന്ന പോലെ സ്പീഡിൽ ഓടി വരുവാണ് വീട്ടിലോട്ട്. ഋതിക നീട്ടി ആ പലഹാരം എടുത്ത് ശ്രീലക്ഷ്മി ഇങ്ങനെ സന്തോഷത്തോടെ കഴിക്കാനായിട്ട് വായിലോട്ട് വെക്കാൻ പോകുമ്പോൾ ശ്രീലിങ്ങനെ അലറി വിളിച്ചുകൊണ്ട് ഓടി വരുവാണ് ഹരീഷിൻ്റെ ആ വിളി കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ച് നോക്കി നിൽക്കുവാണ്. അത് കഴിക്കരുതെന്നും പറഞ്ഞ് ആ ഉണ്ണിയപ്പം പെട്ടെന്ന് ശ്രീയുടെ കയ്യിന് തട്ടിയങ്ങ് കളയുവാണ്. എല്ലാവരും അത് കണ്ടങ്ങ് ഞെട്ടി നിൽക്കുക, എന്താ ഇവനിങ്ങനെ കാണിച്ചത്? എന്നിട്ട് ഹരീഷ് ദേഷ്യത്തോടെ പറയുക, ഇവരൊക്കെ ഇതിൽ വിഷം ചേർത്തിട്ടില്ലെന്ന് ആര് കണ്ട്? ഹരീഷ് അങ്ങനെ പറഞ്ഞത് കേട്ട് ദേഷ്യവും സങ്കടവും കൊണ്ട് വേണുവേട്ടൻ ഹരീഷേ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുവാണ്. അവരുടെ ഒരു ഉണ്ണിയപ്പോ ഉണ്ടംപൊരിയും എല്ലാം കൊണ്ട് വന്നിരിക്കുക എന്നും പറഞ്ഞ് ഋതികയുടെ കയ്യിൽ നിന്ന് പലഹാരം എല്ലാം അവന് വാങ്ങിച്ചൊരൊറ്റ ഏറ്. ഹരീഷ് അങ്ങനെ കാണിച്ചത് കൊണ്ട് എല്ലാവരും വളരെ വിഷമത്തോടെ നിൽക്കുവാണ്. അപ്പോഴവൻ പറയാ, ഇതൊന്നും ഇവിടെ ആർക്കും വേണ്ട. ശ്രീലക്ഷ്മി ആണെങ്കിൽ സങ്കടത്തോടെ ഹരീഷേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഹരീഷേ, നീ എന്തുവായി കാണിച്ചത് എന്നൊക്കെ വേണുവേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ ഹരീഷ് പറയാ, നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ കാണിക്കാനും മടിക്കാത്തവരാ, എനിക്ക് നിങ്ങളെയൊക്കെ നന്നായിട്ടറിയാം, പലഹാരം കൊണ്ട് വന്നിരിക്കുന്ന പരിപോഷിപ്പിക്കാനായിട്ട്. ഹരീഷ് അങ്ങനെയൊക്കെ ഒരു മനസാക്ഷിയില്ലാതെ പറയുന്നത് കണ്ട് ശ്രീലക്ഷ്മി കരയുക. അപ്പോഴവൻ പെട്ടെന്ന് ഋതുവിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇവളുണ്ടല്ലോ, ഇവളാണ് എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തത്. അത് കേട്ട് ഋതിക കണ്ണ് നിറഞ്ഞുകൊണ്ട് ഹരീഷേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേണുവേട്ടൻ പറയുന്നു, ഹരീഷേ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഈ കുഞ്ഞിനെ നീ ഒന്നും പറയരുത്. അതെന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവള് വലിയ ആളായിരിക്കും, ഇവള് വലിയ കോലോത്ത രാജകുമാരി ആയിരിക്കും, എന്നാലേ എനിക്ക് ഇവൾ ആരായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. വേണുവേട്ടനെ ആകെ സങ്കടമായിപ്പോയി. ഹരീഷേ, നീയും ഞാനുമായിട്ടുള്ള ബന്ധം നീ മറക്കരുത്. ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിൽക്കുവാണ് ഹരീഷ്. അവൻ ചോദിക്കുക, എന്ത് ബന്ധം? എനിക്ക് നിങ്ങളോടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അച്ഛനെ അപമാനിക്കുന്ന കണ്ട് ശ്രീലക്ഷ്മിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശ്രീലക്ഷ്മി ഹരീഷേ എന്നിങ്ങനെ വീണ്ടും ഉറക്കെ വിളിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ശ്രീലക്ഷ്മിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട്, നീ മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞ് അവളെ വിരട്ടുവാണ്. ഹരീഷ് ആരോടാ സംസാരിക്കുന്നതെന്നറിയാവോ? ഇതെൻ്റെ അച്ഛനാണ് ഹരീഷേ. ഒരച്ഛൻ വന്നിരിക്കുന്നു. ഒരച്ഛൻ്റെ സപ്പോർട്ട് ഇല്ലാതെയാ ശ്രീലക്ഷ്മിയെ നമ്മൾ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ആരുടെ ഒരു ബന്ധവും വേണ്ട. ഇനി മേലാൽ ഈ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഒരാഹാര സാധനവും കൊണ്ട് ആരും ഇങ്ങോട്ട് കയറിയേക്കരുത്. നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോ ഇവിടുന്ന്. ശ്രീലക്ഷ്മിക്ക് കഴിയുന്നില്ല ഹരീഷ് ഈ പറയുന്നതൊക്കെ.
അവളങ്ങ് പൊട്ടിക്കരയുവാണ്. അത് കണ്ട് വേണുവേട്ടൻ പറയുക, ഹരീഷേ, നീ ഒരച്ഛൻ്റെ മുന്നിൽ വെച്ചാ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ. ഈ നിൽക്കുന്നത് എൻ്റെ മകളാ. ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ പോലെ വളർത്തിയ ഒരച്ഛൻ്റെ നെഞ്ചിലെ വേദന എന്താണെന്നും ആ പിടപെടപ്പ് എന്താണെന്നും നിനക്കറിയില്ല ഹരീഷേ. ഈ അച്ഛൻ്റെ ചങ്കിലെ വാത്സല്യം എന്താണെന്നും നിനക്കറിയില്ല. അതൊക്കെ ഇനി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഹരീഷേ. നീ ഇപ്പോഴൊരു അച്ഛനാകാൻ പോവുക. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പോഴിതൊന്നും അറിയുന്നില്ല. പക്ഷേ കാലം ഇതിനൊക്കെ സാക്ഷിയാടാ മോനെ. എന്നെ നീ ഇപ്പോൾ കരയിപ്പിച്ച് വിടുന്ന ഈ അനുഭവം ഉണ്ടല്ലോ, അത് നിന്റെ മകൻ്റെയോ മകളുടെയോ അടുത്തുനിന്ന് നിനക്കുണ്ടാവാതിരിക്കട്ടെ എന്നും പറഞ്ഞ് വേണുവേട്ടൻ സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുവാണ്. ഋതികയും ശ്രീലക്ഷ്മിയും അത് കണ്ട് കരയുവാണ് നിന്ന്. അങ്ങനെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിറങ്ങുന്ന വേണുവേട്ടനോടൊപ്പം ഋതിക പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കൈകളിൽ പിടിച്ചിട്ട് ഋതികയും ശ്രീലക്ഷ്മിയും കൂടെ കരയുവാണ്. വേണുവേട്ടൻ അങ്ങനെ ഋതികയുടെ കൈക്ക് പിടിച്ചിട്ട് വാ മോളെ നമുക്ക് പോകാം. പൊട്ടിക്കരയുന്ന ശ്രീലക്ഷ്മിയെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വേണുവേട്ടൻ പറയുന്നു, എൻ്റെ പൊന്നുമോള് കരയല്ലേ, മോള് സമാധാനിക്ക് എന്ന് പറഞ്ഞിട്ട് തകർന്ന മനസ്സോടെ അങ്ങനെ വേണുവേട്ടനെ ഋതികയെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പത്മാവതി എന്നിട്ട് ആ ഡോക്ടറോട് പറയുന്നത്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഡോക്ടറെ, എൻ്റെ ബ്രദറിനെ പോലെയാ, വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന ആളാ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് പത്മാവതി വേണുവേട്ടനെ വിളിക്കുന്നുണ്ട്. വേണുവേട്ടൻ നോക്കുമ്പോൾ അറിയാത്ത ഏതോ നമ്പരാണ്. പരിചയമില്ലാത്ത ഏതോ നമ്പരാണല്ലോ. ഒന്നാമത് മാനസികമായിട്ട് തകർന്നു വരുവാണ് വേണുവേട്ടൻ. വേണുവേട്ടൻ ഋതികയോട് പറയുന്നത്, ആ ഹരീഷ് ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ മോളെ, മോള് വിഷമിക്കാതെ എന്ന് പറയുമ്പോൾ, ഇല്ലങ്കിളെ എനിക്ക് വിഷമമൊന്നുമില്ല, അങ്കിള് വിഷമിക്കാതിരുന്നാൽ മതി. ഈ സമയത്ത് വീണ്ടും പത്മാവതി വേണുവേട്ടൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അത് പുതിയ നമ്പർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വേണുവേട്ടൻ വീണ്ടും ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ഇത് എൻ്റെ നമ്പർ പുതിയതായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്, എന്നാലും ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ എന്നിങ്ങനെ പത്മാവതി ഡോക്ടറോട് പറഞ്ഞിട്ട് വീണ്ടും വേണുവേട്ടനെ വിളിക്കുന്നുണ്ട്. ആ കോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണുവേട്ടൻ പറയുന്നു, ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്കിൾ എന്നാൽ ആ ഫോൺ ഇങ്ങിതാ, ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാം എന്നും പറഞ്ഞ് ഋതിക ആ ഫോൺ വാങ്ങി ഹലോ ഹലോ പറയുന്നുണ്ട്. ഋതികയുടെ ആ ശബ്ദം കേട്ടപ്പോൾ പത്മാവതിക്ക് മനസ്സിലായി ഋതിക മോളാണെന്ന്. അയ്യോ എൻ്റെ മോള് എന്നിങ്ങനെ മനസ്സിൽ പറയുവാണ്. എന്നിട്ട് പത്മാവതി ആ ഫോൺ കോൾ അങ്ങ് കട്ട് ചെയ്യുക. ഋതിക പറയുക, ഞാൻ അറ്റൻഡ് ചെയ്തതുകൊണ്ടായിരിക്കും അങ്കിളെ അവരാ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആരായിരിക്കും അത് എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നാലും മോള് വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ പത്മാവതി ഡോക്ടറോട് പറയുന്നത്, ഡോക്ടറെ ഞാനൊരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തെ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, അത് കൂടുതൽ കുഴപ്പമാകില്ലേ പത്മാവതി? എന്ത് പ്രശ്നം വേണമെങ്കിലും വന്നോട്ടെ ഡോക്ടർ, അത് ഞാൻ ഫേസ് ചെയ്തോളാം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. ശ്രീലക്ഷ്മി ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് കഴിക്കാൻ കുറച്ച് പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ഹരീഷ് വന്നിട്ട് ചോദിക്കുന്നു, ശ്രീലക്ഷ്മി എന്താ വിഷമിച്ചിരിക്കുവാണോ? ദാണ്ട നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ഉണ്ണിയപ്പം വാങ്ങി, നീ ഇത് കഴിക്ക്. അങ്ങനെ ഹരീഷ് ആ കൊണ്ടുവന്ന ഉണ്ണിയപ്പം എടുത്ത് ശ്രീലക്ഷ്മിക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ നീട്ടുമ്പോൾ ശ്രീലക്ഷ്മി പറയുന്നു, അതവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അതൊന്നും പറ്റില്ല ശ്രീ, നീ ഇതിപ്പം തന്നെ കഴിക്കണം. അപ്പോൾ ശ്രീലക്ഷ്മി പറയാ, അത് പറ്റില്ല ഹരീഷേട്ടാ, എനിക്കിതൊന്നും അങ്ങോട്ട് ഇറങ്ങത്തില്ലിപ്പോൾ. അതെന്താ ശ്രീ നിനക്കിപ്പോൾ ഇറങ്ങാത്തത്? അതെ, ഇവിടുന്ന് വിഷമിച്ചിറങ്ങിപ്പോയത് എൻ്റെ അച്ഛനാണ്. ഹരീഷ് അപ്പം ദേഷ്യത്തോടെ ചോദിക്കുന്നത്, അപ്പോൾ നിനക്ക് മാത്രമേ ഉള്ളോ അച്ഛനും അമ്മയും ഒക്കെ? എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും ഒക്കെ, അവരെയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല ഇല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീലക്ഷ്മി ഹരീഷേട്ടാന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയെന്ന് നിന്നോട് ഞാൻ കുറേ നാൾ കൊണ്ട് പറയുന്നതാണ്. ഈ ബന്ധുക്കളൊന്നും നമുക്കിനി വേണ്ട, ഇവരുടെ ശല്യമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ മന്ത്രിയുടെ മോള് അവളും നിൻ്റെ ആങ്ങളെയും കൂടെ ചേർന്ന് എൻ്റെ പെങ്ങളെ ഭ്രാന്തിയാക്കി മാറ്റി. അപ്പോൾ അവളോട് ഞാൻ ക്ഷമിക്കണം അല്ലേ? ഞാൻ ഒന്നുകൂടെ നിന്നോട് പറയുക, നമുക്ക് നമ്മൾ മാത്രം മതി. ഹരീഷ് അങ്ങനെ പറയുമ്പോൾ ശ്രീലക്ഷ്മി ഹരീഷിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രതാപനും രാജുവും ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുവാണ്. പ്രതാപൻ പറയുക രാജുവിനോട്, നീയും ഞാനും കൂടെ യാത്ര ചെയ്യും. പലപ്പോഴും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ചരിത്രം ആവർത്തിക്കുന്നു എന്നുള്ള ഒരു സത്യം. എൻ്റെ രാഷ്ട്രീയ ഗുരുവും പിന്നീട് എൻ്റെ അമ്മായിയച്ഛനുമായ മഹാദേവവർമ്മ സാറിനോടൊപ്പം സഞ്ചരിച്ച ആ ഒരു നല്ല ഓർമ്മ, അന്നത്തെ ആ ഞാൻ തന്നെയാണ് ഇന്നത്തെ നീ ഇന്നെനിക്ക്. ഞാൻ മഹാദേവവർമ്മ സാറിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെയാണ് നീ എന്നെ സ്നേഹിക്കുന്നത്. എങ്ങനെയൊക്കെ ഞാൻ മഹാദേവവർമ്മ സാറിനെ രക്ഷിക്കാൻ ശ്രമിച്ചോ അതുപോലെ തന്നെയാണ് നീ എനിക്ക് രക്ഷാകവചമാകുന്നത്. പ്രതാപൻ അങ്ങനെ പറഞ്ഞത് കേട്ട് രാജു സാറേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ
പ്രതാപൻ പറയുക, മരണം വരെ വർമ്മ സാറിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു മങ്ങലും വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനം വരെ അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്തിരുന്നു. ഒരു കളങ്കവും വരാതെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴുകയും ചെയ്തു. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ വർമ്മ സാറിന്റെ വിധേയനല്ലായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായിരുന്നു. നീയും എനിക്കിപ്പോൾ അങ്ങനെ തന്നെയാണ്. അത് കേട്ട് രാജു പുഞ്ചിരിക്കുമ്പോൾ പ്രതാപൻ പറയുക, ഞാൻ വർമ്മ സാറിൻ്റെ മകളെ അങ്ങോട്ട് കയറി പ്രേമിച്ചതല്ല. അവൾ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം എനിക്ക് ഇഷ്ടവുമായി. അങ്ങനെ ചെറിയൊരു ഭൂകമ്പങ്ങളോടെ ഞങ്ങളുടെ കല്യാണവും അങ്ങ് നടന്നു. അതുപോലെ നീയും എൻ്റെ മകളെ ഇങ്ങോട്ട് കയറി പ്രേമിച്ചതല്ലെന്ന് എനിക്കറിയാം. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ രാജു അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഞാൻ സത്യം പറയുമ്പോൾ നീ എന്തിനാടാ ഞെട്ടുന്നത്? എന്തിനാ അവൾ നിന്നെ ഇഷ്ടപ്പെട്ടത്? നിന്നെ ഇഷ്ടപ്പെട്ടത് തെറ്റൊന്നുമില്ലല്ലോ. നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ തെറ്റുള്ളൂ. പ്രതാപൻ വലിയ സന്തോഷത്തോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചിരിച്ചോണ്ട് പറയുന്നു, മറ്റൊരുത്തൻ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നവരെ ഞാൻ എൻ്റെ മകളെ മറന്ന് ജീവിച്ചവനാണ്. അതിലെനിക്കിന്ന് വലിയ ദുഃഖമുണ്ട്. ഒരു പക്ഷേ എന്നിൽ കൂടെ കിട്ടാത്ത സ്നേഹം നിന്നിൽ കൂടെ അവൾക്ക് കിട്ടിയത് കൊണ്ടാകും നിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് അവൾ വാശി പിടിച്ചത്. ഇതൊന്നും നമ്മളുടെ തീരുമാനങ്ങളല്ല രാജു, കാലപുരുഷന്റെ തീരുമാനങ്ങളാണ്. ആ കൽപ്പനകളൊക്കെ നമ്മളങ്ങ് അനുസരിച്ച് പോകുന്നു. യാതൊരു മുൻപരിചയം ഇല്ലാത്തവരെ ദൈവം കൂട്ടി യോജിപ്പിക്കുന്നില്ലേ? കല്യാണം അതൊരു സത്യത്തിലൊരു അത്ഭുതം തന്നെയല്ലേ? ഇതൊക്കെ കേട്ട് രാജു മനസ്സിൽ പറയാ, വർമ്മ സാറ് നല്ല സന്തോഷത്തിലാണല്ലോ. അതുകൊണ്ട് ഇനി പത്മാവതി മാഡത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ? പ്രതാപൻ എന്നിട്ട് പറഞ്ഞു, രാജു, എനിക്കൊരൊറ്റ ആശങ്കയേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ എൻ്റെ മകളോട്. പക്ഷേ അവൾ എന്നും എൻ്റെ ജീവനായിരുന്നു. എൻ്റെ ഹൃദയ അർത്ഥാണ് ഞാൻ അവളെ നിനക്ക് തന്നിരിക്കുന്നത്. നീ അവളെ വെറുക്കുകയോ മറക്കുകയോ ചെയ്യരുത്. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതാപൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഈ സമയം പ്രതാപൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. രാജുവാനെ വളരെ സന്തോഷത്തോടെ പ്രതാപനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. നമ്മുടെ കൊച്ചമ്മണി ഉണ്ണിയപ്പമൊക്കെ പെറുക്കി തിന്നിട്ട് പറയുന്നത്, നല്ല ഒന്നാന്തര ഉണ്ണിയപ്പം, എന്തൊരു രുചിയാ. പലഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ രാധമ്മ ഒരു പുലിയാ. അങ്ങനെ അവരൊക്കെ ഉണ്ണിയപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയയ്ക്കൊരു സംശയം. പ്രിയ ചോദിക്കുക, അല്ല ഇതിന് ഉണ്ണിയപ്പം എന്ന് എങ്ങനെ അമ്മേ പേര് വന്നത്? അത് കേട്ട് കൊച്ചമ്മണി ചോദിക്കുക, അയ്യോ അത് നിനക്കറിയത്തില്ലയോ? എന്തൊരു മരമണ്ടിയാ ഇവള്. എടി, ഭഗവാൻ ശ്രീകൃഷ്ണൻ കുഞ്ഞായിരിക്കുമ്പോഴേ അപ്പം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഭഗവാൻ കുഞ്ഞല്ലായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ണിയപ്പം എന്ന പേര് വന്നത്. എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലഹാരം ഒന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല. അതിനൊക്കെ കാരണം വേറെയാ. അവനിതങ്ങാനും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ പേര് പിന്നെ മണ്ണുണ്ണിയപ്പം എന്നായാന്. അത് കേട്ട് അവരെല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണ്. എന്നിട്ട് രാധമ്മ ചോദിക്കുന്നു, അവരെന്താ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ പോയിട്ട്? അവരൊരു വഴിക്ക് പോയതല്ലേ രാധമ്മേ? എന്തായാലും നിങ്ങൾ ശത്രുക്കളല്ലേ, അപ്പോഴവർ വരുമ്പോൾ വരട്ടെ. വേണ്ട, അവർ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ ചോദിക്കുന്നു, അച്ഛാ ശ്രീമോളുടെ വിശേഷം എന്തൊക്കെയുണ്ട്? ശ്രീമോൾ എന്ത് പറഞ്ഞ്? അവൾ ഉണ്ണിയപ്പം കഴിച്ചോ? കൊച്ചമ്മണി ചോദിക്കുന്നു, അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? എന്താ ആ കൊച്ചു ഉണ്ണിയപ്പം കഴിച്ചില്ലയോ? അപ്പോൾ വേണുവേട്ടൻ പറയാ, നിങ്ങളെല്ലാവരും രാജുവിനോട് ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ പ്രിയ പറഞ്ഞു, ഞങ്ങളാരും രാജുവിനോട് ഒന്നും പറയില്ല അച്ഛാ. അച്ഛൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഹൃതിയെയും വേണുവേട്ടൻ്റെ മുഖത്തോടും പോയി ഇങ്ങനെ സങ്കടത്തോടെ നോക്കുവാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. അത് കേൾക്കുമ്പോൾ രാധമ്മ ചോദിക്കുന്നു, എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ പറ. മനുഷ്യനായിട്ട് വെള്ളം കുടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയച്ചാ എന്നൊക്കെ കൊച്ചമ്പടിയും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വേണുവേട്ടൻ എല്ലാവരോടും പറയുവാണ്. അതൊക്കെ കേട്ട് അവരൊക്കെ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഞെട്ടിങ്ങനെ നിൽക്കുവാണ്. രാധമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നത്, എൻ്റെ ദൈവമേ, ഞാനിതെന്തൊക്കെയായി കേൾക്കുന്നത്? നീ ഇതൊക്കെ അറിഞ്ഞ് വിഷമിക്കണ്ടെന്ന് കരുതിയാ ഞാനിതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതൊക്കെ നീ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ. അല്ല, ഈ ഹരീഷ് എന്ത് മര്യാദകേടാ കാണിച്ചത് എന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. ആ നേരും നെറിയില്ലാത്ത രുക്മിണിയുടെ മോനല്ലേ അവനപ്പോൾ ഇതിനപ്പുറവും കാണിക്കും എന്ന് കൊച്ചമ്മണിയും പറയുക. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചിട്ടാ ചെവിക്കുറ്റി നോക്കി അവൻ്റെ രണ്ടെണ്ണം അങ്ങ് പൊട്ടിക്കണം. രാധമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, ദൈവമേ, വിശേഷമുള്ള പെങ്കൊച്ച, അതിനൊരു സമാധാനവും ഇല്ലല്ലോ. ഋതിക അപ്പോൾ പറയുന്നു, ഹരീഷും സ്ത്രീയും തമ്മിൽ യാതൊരു പിണക്കോ ഒന്നുമില്ല രാധമ്മേ, അവർ നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. എന്നാലും എൻ്റെ പൊന്നുമോളെ, അവൻ ഇങ്ങനെയൊക്കെ പറയാവോ? അവൻ്റെ ഭാര്യയെ ജനിപ്പിച്ചവരോടാണോ അവൻ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? അപ്പോഴങ്ങോട്ടൊരു ഓട്ടോ വരുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും അങ്ങോട്ട് നോക്കുവാണ്. ഈ സമയം ദേഷ്യത്തോട് ഹരീഷ് അങ്ങോട്ട് വരുവാണ്. അവൻ അങ്ങോട്ട് വന്നിട്ട് എല്ലാവരോടും കൂടി പറയുക, ദാണ്ടെ ഞാനിങ്ങോട്ട് വന്നതേ നിങ്ങൾ എല്ലാവരോടും കൂടി അറിയാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്.
അപ്പോൾ രാധമ്മ പറയുന്നു, മോൻ അകത്തോട്ട് കയറി വന്നിരിക്കുക. അപ്പോൾ ഹരീഷ് അവരോട് പറയുന്നു, എൻ്റെ അമ്മ വാടകയ്ക്ക് തന്ന വീടല്ലേ ഇത്. അപ്പോഴാ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിലോട്ട് കയറിയിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വേണുവേട്ടൻ ചോദിക്കുക, മോനെ, ഞങ്ങളെ നീ വെറും വാടകക്കാരായിട്ടാണോ കാണുന്നത്? അതിൽ കൂടുതൽ ബന്ധമൊന്നും നിങ്ങളോട് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ ഹരീഷ് പറയുവാണ്. ഒരു മനസാക്ഷിയില്ലാതാണ് ഹരീഷ് അങ്ങനെ പറയുന്നത്. അത് കേട്ട് അവരൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവനങ്ങനെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, യാതൊരു സ്നേഹവും നന്ദിയും ബോധവും ഇല്ലാത്ത ആ രുക്മിണിയുടെ മകൻ തന്നെയാണ് ഹരീഷ് എന്ന് അവൻ പൂർണ്ണമായിട്ടും തെളിയിച്ചു കഴിഞ്ഞ്. അതോ ഇനി ഹരീഷ് വേറെ എന്തിനെങ്കിലും വേണ്ടി അഭിനയിക്കുവാണോ എന്നും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ രാജു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.